റേഷൻ പ്രതിസന്ധിയിൽ ഇടപെടലുമായി ധനവകുപ്പ് വന്നിട്ടുണ്ട് കേട്ടോ. റേഷൻ കട ഉടമകളുടെ സംഘടനയുമായി ഇന്ന് ഉച്ചയ്ക്ക് 2:30 ധനമന്ത്രി യോഗം വിളിച്ചു. വേതനം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യമടക്കം ചർച്ചയിൽ പരിഗണിക്കും. 27 മുതൽ കടയടപ്പ് സമരം പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് സമവായ ചർച്ചയ്ക്ക് വഴിതെളിഞ്ഞത്. ഗോകുൽനാഥ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഗോകുൽ, ഗുഡ് മോർണിംഗ്. ഇന്ന് ധനമന്ത്രിയുമായുള്ള ചർച്ച എപ്പോഴാണ് നടക്കുന്നത്? ഈ റേഷൻ ഉടമകളുമായി എന്തായിരിക്കും അതിലെ തീരുമാനം? വിശദാംശങ്ങൾ എന്താണ് ഗോകുൽ? മോദി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ റേഷൻ സമരം 27-ാം തീയതി മുൻപോട്ട് അനിശ്ചിതകാലത്തേക്ക് മുൻപോട്ട് പോകുമെന്ന് റേഷൻ വ്യാപാരികൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പ്രധാനമായിട്ട് കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ പല നയങ്ങളും റേഷൻ വ്യാപാരികളെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. ഇത്തരത്തിൽ തന്നെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് റേഷൻ അരിക്കൊക്കെ വലിയ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് സംസ്ഥാനത്ത്. അത്തരത്തിൽ പോകുമ്പോൾ ഈ ശമ്പള പരിഷ്കരണത്തിൽ വലിയ ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ തന്നെ വേതനത്തിലും അതേപോലെ തന്നെ ആരോഗ്യ ഇൻഷുറൻസ് അടക്കമുള്ളവ നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ റേഷൻ വ്യാപാരികൾ 27-ാം തീയതി മുതൽ അനിശ്ചിതകാലത്തേക്ക് കടകൾ അടച്ചിട്ടുണ്ട് സമരത്തിലേക്ക് മുൻപോട്ട് പോകുന്നത്. അതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം തന്നെ ഭക്ഷ്യവകുപ്പ് മന്ത്രി GR അനിൽ ഇത്തരത്തിൽ ഇത് സഭയിൽ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. റേഷൻ വ്യാപാരികൾ ഇത്തരത്തിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് മുൻപോട്ട് പോവുകയാണെങ്കിൽ പൊതുജനത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും കാര്യങ്ങളുമൊക്കെ മുൻകൂട്ടി കാണുകയും അത് ധനമന്ത്രിയുമായിട്ട് ഉന്നയിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് 2 മണിയോടുകൂടി ഇത്തരത്തിലൊരു യോഗം ചേർന്നുകൊണ്ട് എങ്ങനെ ഈ വിഷയത്തെ പരിഗണിക്കാം എന്നുള്ള കാര്യത്തിലേക്ക് ചർച്ചയിലേക്ക് എത്തുന്ന രീതിയിലേക്ക് എത്തിയിട്ടുള്ളത്. അതിലിപ്പം ഈ ഡയറക്റ്റ് പേയ്മെൻറ്റ് സിസ്റ്റം, അതായത് ഈ ഭക്ഷ്യധാന്യങ്ങൾ വേണ്ടാത്തവർക്ക് ഡയറക്റ്റ് പേയ്മെൻറ്റ് സിസ്റ്റമായിട്ട് കയ്യിലേക്ക് പണം അടക്കമുള്ളവ കുത്തകകൾക്ക് റേഷൻ കടകൾ കൊടുക്കുന്ന തരത്തിലാണെന്നുള്ളതാണ് റേഷൻ വ്യാപാരികളുടെ ആക്ഷേപവും ആരോപണവും ഒക്കെ. അത്തരത്തിൽ മുൻപോട്ട് പോകുമ്പോഴാണ് ഇന്ന് 2 മണിക്ക് ഈ ഒരു യോഗം ചേരുകയും എന്തായാലും ഈ തൊഴിൽ പ്രധാനമായിട്ട് പറയേണ്ടത് ഈ റേഷൻ വ്യാപാരികളുടെ പ്രധാന ആവശ്യം ശമ്പള പരിഷ്കരണത്തിന് അപ്പുറത്തേക്കുള്ള കേന്ദ്ര നയങ്ങൾക്കെതിരെ കൂടെയാണെന്നുള്ളതാണ്. അപ്പോൾ അതിലേക്ക് വരുമ്പോൾ ഈ ഭക്ഷ്യധാന്യങ്ങൾ കൃത്യമായ സമയത്ത് ഇടവേളകളിൽ എത്തുന്നില്ല തുടങ്ങിയ കാര്യങ്ങളും ഈ ആക്ഷേപമായിട്ട് വ്യാപാരികൾ ഉന്നയിക്കുന്നുണ്ട്. അതിനൊക്കെ തന്നെ ഇന്നൊരു പരിഹാരമാകുമെന്നുള്ളതാണ് അറിയാൻ സാധിക്കും. എന്തായാലും 2 മണിയോടുകൂടിയാണ് ധനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിൻ്റെ ഈ ചർച്ചയുള്ളത്. എന്തായാലും ഈ റേഷൻ വ്യാപാരികളുടെ എല്ലാവിധ ആവശ്യങ്ങളും പരിഗണിക്കുമെന്ന് മുൻപ് ഭക്ഷ്യവകുപ്പ് മന്ത്രി അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും അത് എത്രത്തോളം പ്രാവർത്തികമാണെന്നുള്ള കാര്യം കണ്ടറിയേണ്ടതുണ്ട്. 27-ാം തീയതി നടക്കേണ്ട സമരമാണ്. അതാണ് ഇനിയിപ്പോൾ മാറ്റിവെക്കപ്പെടേണ്ട സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ളതും കണ്ടറിയേണ്ടതുണ്ട്. മോത്തി.